ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീ ഷെഫ്. നമ്മളൊരു അടിപൊളി മീൻകറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കേരമീൻ നമ്മൾ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് കേരമീൻ പുളിയും മുളകും വെക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് അല്പം കടുകും, പിന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലോട്ടിടാൻ വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനാവശ്യമായ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് നമുക്കിത് മൂത്ത് വരണം. ചെറിയ പച്ചമണം മാറി വരുമ്പം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ശേഷം കുറച്ച് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് എന്നിവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കലക്കിയെടുക്കും. നമ്മൾ മീൻ ഉപ്പും പുളിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊന്ന് ചൂടാവാൻ പറ്റും. അതിലോട്ട് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായ കുടംപുളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ കേരമീൻ ഇട്ട് കൊടുക്കാം. കേരമീൻ്റെ തലയാണത്. നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ചട്ടിയോടെടുത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേവാൻ വേണ്ടി അടച്ച് വയ്ക്കാം. ഇതൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇങ്ങനെ 15 മിനിറ്റ് നന്നായിട്ട് മീൻകറി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീൻകറി. അടിപൊളി മീൻകറി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുള്ളവർക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം.
കുറച്ചുകൂടി രുചി കിട്ടാനാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് നേരത്തെ ഇളക്കി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഒരു 15 മിനിറ്റും കൂടി ഇത് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി അടച്ച് വെക്കാം. അങ്ങനെ 15 മിനിറ്റോളം വെന്ത് നമ്മുടെ മീൻകറി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മീൻകറിയിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതൊക്കെ തീർച്ചയായും കാണണം. താങ്ക് യു.